ഇലക്ഷൻ കഴിഞ്ഞു, ഇനി ഇലക്ഷൻ റിസൾട്ടാണ്. 2 ദിവസം കൃത്യമായി ഇലക്ഷൻ കഴിഞ്ഞ് കൃത്യമായി 2 ദിവസം കഴിഞ്ഞേരം പാചകവാതകങ്ങൾക്ക് ആവശ്യ സാധനങ്ങൾക്കൊക്കെ വില കൂട്ടി. 200-250 രൂപൻ്റെ മുകളിലാണ് ഗ്യാസിൻ്റെ ഒക്കെ വില കൂട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കും കൃത്യമായിട്ട് അറിയാം, അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പാർട്ടിക്കാർക്കും അറിയാം, ഈ ഒരു സമയത്ത് വില കൂട്ടി, അതായത് ഇലക്ഷൻ്റെ മുന്നേ ഒരു മാസം മുന്നേ വില കൂട്ടിക്കഴിഞ്ഞാൽ ഈ വോട്ട് കുത്തണം തീരുമാനിച്ച അപ്പോൾ ഈ ഒരു പാർട്ടിക്ക് കുത്തണം എന്ന് വിചാരിച്ച ജനങ്ങൾ മാറ്റി കുത്താൻ സാധ്യതയുണ്ട്, വില കൂട്ടാൻ. കാരണം അവരെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കാര്യം അറിയാം. അത് കൃത്യമായിട്ട് അത് ഒരു മാസത്തോളം വില നിയന്ത്രിക്കുക. ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ പോകുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ 200-250 രൂപ വില കൂട്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയിരിക്കുക. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി മുതൽ ഏറ്റവും താഴെത്തട്ടിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ശമ്പളം വാങ്ങുന്നത് എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണക്കൂട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? നിങ്ങളൊന്നും വേണ്ട, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സേവിക്കാനാണ്, അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അല്ല അങ്ങനെയാണ് നിങ്ങളൊക്കെ മനസ്സിലുള്ളതെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് കൂടുതൽ വാങ്ങുന്നവർ, വലിയ ചെറിയ എമൗണ്ട് വാങ്ങുന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും പറയുന്നില്ല, ഒരു നിശ്ചിത എമൗണ്ട് കൂടുതൽ വാങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, MLA-മാരും MP-മാരും പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും, ഒരു പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിമാരും ഒക്കെ ഒരുപാട് പേരുണ്ടല്ലോ, അത് ഇത്ര എമൗണ്ട് കൂടുതൽ വാങ്ങുന്ന ആൾക്കാർ, അതിൻ്റെ ഒരു 10% അല്ലെങ്കിൽ ഒരു 15% നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, അതായത് വലിയൊരു എമൗണ്ട് വാങ്ങുന്ന ആൾക്കാർ, ജനങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുന്ന ആനുകൂല്യത്തിൻ്റെ ഇത്ര ശതമാനം നമുക്കിനി വേണ്ട, അതുപോലെ സാലറിൻ്റെ ഇത്ര ശതമാനം ഇനി ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നത് വരെ നമുക്കൊന്നും ആവശ്യമില്ല, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊക്കെ ഒരു കൊടുക്കാൻ തയ്യാറുണ്ടോ? ഈ 250 രൂപ കൊടുക്കുന്നതിന് പകരം, കൂട്ടുന്നതിന് പകരം, നിങ്ങൾ ഈ പാചകവാതകം കൂട്ടുന്നതിന് പകരം നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഒരു 15% MLA-മാരും MP-മാരും എല്ലാ ഈ മന്ത്രിമാരൊക്കെ കൂടിയിട്ട് അത് പറയുന്ന ഇത്ര ശമ്പളത്തിൻ്റെ ഇത്ര % നിങ്ങൾ കുറച്ചോളൂ, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, എന്നിട്ട് നമുക്ക് പാചകവാതകത്തിൽ എത്രത്തോളം നമുക്ക് വില കുറക്കാൻ പറ്റും. ഇനി പറയുന്നത് നിങ്ങൾ സേവനം എന്നാണെന്നല്ലോ, പാചകത്തിൻ്റെ സേവനം ഇപ്പോൾ പിടിച്ചു നിർത്തി ഇനി നമുക്ക് സിറ്റുവേഷൻ കഴിഞ്ഞാൽ വീണ്ടും ആ പഴയ സാലറിയിലേക്ക് നമുക്ക് ചെയ്യാമെന്നുള്ളത് കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? സേവനം എന്നൊന്നും പറയുന്നതൊക്കെ വെറുതെയാണ്, ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നോർമലി പറയുന്നത് ഇപ്പോൾ എല്ലാവരും ആയിക്കോട്ടെ, രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സേവനമാണ്, അതിന് ശമ്പളം വാങ്ങുന്നത് തന്നെ മോശമാണ്. ആയിക്കോട്ടെ, ശമ്പളം വാങ്ങണം, അവർക്ക് കുടുംബമുണ്ട് എല്ലാം ഉണ്ട്, എന്നാലും നിങ്ങൾ ഒരു എമൗണ്ട് കൂടുതൽ വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് കോടിക്കണക്കിന് വാങ്ങുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള വാങ്ങുന്നവർ ഒരു നിശ്ചിത എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് എത്തിച്ച്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കഴിയുന്നവരെ ജനങ്ങൾക്ക് ഇത്രയും എമൗണ്ട് നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട്, ഇവൻ ആയിക്കോട്ടെ 5 രൂപ ആയിക്കോട്ടെ, ജനങ്ങൾക്ക് കുറഞ്ഞു കിട്ടി അത്രയും ആശ്വാസമാണല്ലോ. അത്രയും സാധാരണക്കാരാണ് ഇന്ത്യയിലുള്ളത്. ഇതിപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് മോശം സിറ്റുവേഷനിലാണ് പോകുന്നത്. ഇനി അവരൊക്കെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഒരു സപ്പോർട്ടും ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് എന്താണോ പട്ടിണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരു ആരോഗ്യ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നല്ല കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആശുപത്രി പോലും നമ്മുടെ നാട്ടിലില്ല. വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ആൾക്കാരെ കണ്ണ് പൊടിയാനുള്ള കാര്യങ്ങളൊക്കെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. രാഷ്ട്രീയം നിങ്ങൾ സേവനമായിട്ടായിട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രിമാരും MLA-മാരും അതുപോലെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് നിങ്ങൾ ഹ്യൂജ് എമൗണ്ടാണ് നിങ്ങൾ സാലറി ആയിട്ടും അല്ലെങ്കിൽ മറ്റു ആനുകൂല്യം, അതിലൊരു 10% കുറച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ.